ഹായ് ഗായ്സ്, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോകുന്ന ട്രിപ്പിനായിരിക്കും നമ്മൾ ഏറ്റവും വൈബ് കിട്ടുന്നത്. ലായക്കിലായി ചായ കുടിക്കാൻ പോകുമ്പോൾ അതിലൊരു പ്രാന്തം പറഞ്ഞു നമുക്കൊരിക്കൽ ദുബൈക്ക് പോയിട്ട് വന്നെങ്കിൽ നേരിച്ചില്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാത്തൊരു ട്രിപ്പാണ് ഏറ്റവും നല്ല ചേലാന്തു. എന്തും നോക്കിയ ചങ്ങായിന്റെ കാറുണ്ടായി കാർ എടുത്ത് നമ്മൾ നേരെ വിട്ടു. കാറിൽ കയറിയിട്ട് അമ്മ ഒരുത്തിനോ ലാക്കിന്റെ ഒരു ഉറക്കം. പിന്നെ ദുബായിന്ന് ചെല്ലിങ് അറിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലവും കൂടിയാണ് നമ്മുടെ ദുബായ്. ഇത് ബുർജ് ഖലീഫയെങ്കിൽ ഇത് ദുബായിലത്തെ ഏറ്റവും വലിയ ഫ്രെയിമോ. ഈ ഫ്രെയിമിന്റെ ഒരു സൈഡ് നിന്നിട്ട് നോക്കിയെങ്കിൽ പഴയ ദുബായ്, ഒരു സൈഡ് നോക്കിയെങ്കിൽ പുതിയ ദുബായും കാണുന്നത് ചെല്ലുന്നത്. ഈ തിരിഞ്ഞ ബിൽഡിങ്ങിനെ ശരിയാക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്ന് 2 മേസ്ത്രിമാർ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ തെഞ്ഞാമാറൊന്ന് കണ്ടിട്ടുണ്ട് ഈ ബസ്സിനെ. കണ്ടെങ്കിൽ പിറ്റേന്ന് തെഞ്ഞാമാറ് ദുബൈക്ക്. ദുബൈന്ന് പോകുമ്പോ ഈ ഒരു വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ചെക്കൻ ചാരി ചാർജ് നഷ്ടപ്പെടുത്തുന്ന എന്നോട് പറഞ്ഞത്. അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു കളിക്ക് സപ്വാനെ കിട്ടാല. ദുബൈക്ക് എത്തിയിട്ട് ഫസ്റ്റ് നമുക്കൊരു പള്ളിക്ക് കയറാം. പള്ളി കയറുമ്പോ നമുക്കൊരു പാട്ട് ഓർമ്മ വരുന്നു. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തറ് പൂശി തന്നിടണം, ആറുകാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം. ഒന്നുവിന്റെ നീയത്ത് വെക്കേണ്ടത് നോമ്പിന്റെ നീയത്ത് വെച്ച് നമ്മൾ ഷാക്കിർച്ച ഒരു 1.5 കിലോ ഈത്തപ്പഴം തിന്നിട്ട് നിൽക്കുന്ന ആരും കണ്ടെങ്കിൽ ചെല്ലോ. പള്ളിയിലെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മൾ മറീന ബീച്ചിലേക്ക്. മറീന ബീച്ചിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബുർജ് അറബ് കാണാൻ കഴിയോ. അത് ആടെ നിന്നിട്ട് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ബുർജ് അറബ്, ഒരു സൈഡ് നോക്കുമ്പോൾ ബുർജ് ഖലീഫയും കാണും. അത് രാവിലെ സൺറൈസിന് വന്നെങ്കിൽ നല്ല എക്സ്പീരിയൻസിനായിരിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മൾ ചെക്കന്മാർ കുളിക്കാൻ തുടങ്ങിയ ഓഹോ ഞാനൊരു ജന്മം ഞങ്ങൾ കുളിച്ചിട്ട് പുറത്തേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു പാരാഗ്ലൈഡിന്റെ ഒരു ജെറ്റ് പൊന്തിട്ട് പോകുന്ന കാണുന്നത്. മക്കളെ ഇതല്ലല്ലോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടല്ലേ. അല്ലാതെ നാട്ടിൽ കാണുന്ന തൊട്ടിലാട്ടത്തിൽ കയറിയിട്ട് മൂത്രയിച്ചിട്ട് എന്ത് കാര്യം. ഈല് കയറിയിട്ട് പേടിച്ചിട്ട് മൂത്രയിച്ചു കഴിഞ്ഞിട്ട് നിലയും വിലയുണ്ട്. ആ തൊട്ടിലാട്ടം വേറൊരു കാര്യമാണ് ഞാൻ കണ്ട്. അവിടെ തൊട്ടിലാട്ടം പോലത്തെ വേറൊരു സാധനം ഉണ്ടായി, മാത്രം തൊട്ടിലാട്ടല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കുന്നിടത്ത് നല്ല ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാ ഞാൻ ഉമ്മ എന്തു ചെയ്യല. ഞാൻ പിന്നെ ഒരു കാര്യമാണ്, ഉപ്പിലിട്ട മാങ്ങക്ക് നല്ല ഉപ്പും ഉണ്ടായി. അപ്പൊ നിങ്ങൾക്ക് വെക്കും, അപ്പൊ ഉപ്പല്ലാതെ പിന്നെ അത് മധുരം ഉണ്ടാവല്. ഒരു നാട്ടു നടപ്പല്ല അങ്ങനെ ചെല്ലിയത്. ഓനാന്ന് നമ്മളെ തീറ്റപ്പണ്ട റപ്പായിന്റെ അനിയൻ ഇമ്രാൻ എന്നോട് ചെല്ലി ഞാൻ വീഡിയോയിൽ തന്നെ ആഡാക്കിയിട്ടുണ്ടാ. നിങ്ങൾക്ക് കാണുന്ന ഈ 3 ഇഡ്ഡലി മാത്രമല്ല 30 ഇഡ്ഡലി തിന്നിട്ട് നിൽക്കുന്നതാന്ന് പറഞ്ഞു. നമ്മളെ തീറ്റ കണ്ടിട്ട് ആട് തിച്ച കേൾക്കുന്നത് നമ്മളോട്. നിങ്ങൾ ആയിരുന്നു ബന്നിനെ മക്കളെ. ഞാൻ എടുത്ത ബാക്കി ചെല്ലി പോയി സെൻട്രൽ ജയിലിൽ തിന്നിട്ടെല്ലാം അതിന്റെ ഒരു ബില്ല് കൊടുക്കുമ്പോൾ ഒരു ടെൻഷൻ വരാണ്. ആ ടെൻഷനല്ലേ നമ്മളെ സ്വന്തം മക്കളെ വായിക്കല്ലേ, ആ ഒരു ടെൻഷനാണ് വരുന്നത്. വീട്ട പറയുകയാണോ ദുബായിന്ന് തിരിച്ചു പോകുന്നൊരു ബേജാറില്ല നമ്മൾ ചെക്ക്. അപ്പൊ ഇതിന്റെ ബാക്കി ബയ്യത്തെ വീഡിയോയിൽ വരുന്നുണ്ട്. ഓക്കെ ബൈ.